അയ്യോ കുഞ്ഞാവാ, കുഞ്ഞാക്ക് നോക്കണേ. കുഞ്ഞാവെ കുഞ്ഞാക്ക് പേടിയുണ്ടോ? ആ കുഞ്ഞാവയും മാളും അധികം നിക്കണ്ട. ആ അമ്മ കേറിക്കോളൂ. ആ മതി മതി, ഇനി കുഞ്ഞാവെ കയറ്റിക്കോളൂ, തണുപ്പധികം വേണ്ട. ഇനി ഉടുപ്പൊക്കെ ഊരാട്ടാ. അവിടെ പോയിട്ട് അമ്മ ഉടുപ്പ് താഴ്ത്തി കൊടുക്കമ്മോ, ഉടുപ്പ് താഴ്ത്തി കൊടുക്കും. ആ ഇനി മാറ്റാ കുഞ്ഞാവേ, അധികം തണുപ്പ് പറ്റില്ല. മാളും കയറിക്കോളും, മതി. അത് അത്ര ആയിട്ടൊന്നുമില്ല, കുറച്ചായിട്ടുള്ളൂ. തല നനയ്ക്കണ്ട കേട്ടോ, അത്ര മതി. നീന്താ വയ്ക്കില്ല കുഞ്ഞാക്ക്. വളർന്ന് നീന്തുവാ. പിന്നെ അവിടെ ഇരിക്കോ? ആ അതന്നെ അതന്നെ, അതാണ് കിട്ടണ്ടേ.
ചൂട് വരാൻ തുടങ്ങി നമ്മളെല്ലാം കുടിച്ചില്ലേ അച്ചോളും എന്താ മുത്തശ്ശി അതാ അവിടെ എന്താണ് അത് പറക്കി കളയണേ? മുത്തശ്ശി അതാ കൈ വീശുന്നു. അതെ 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 മുത്തശ്ശി നല്ല പോസിങ്ങിലാണ്. അതെ അതെ വൃത്തിയാക്കാൻ നേരത്തെ ചാടിക്കോളും. ചാടിക്കോളും. അതെ മാളിപ്പോ ഒന്ന് കുച്ചിപ്പുടി സ്റ്റാർട്ട് ആയതുകൊണ്ട് ഇപ്പൊ മാളുവിന് ഫുൾ ടൈം കുച്ചിപ്പുടി സ്റ്റെപ്പ്. അതെ വയലറ്റ് അതുപോലെ ഉണ്ട് പക്ഷെ അതല്ല. മാളുവോ കളിച്ചോളൂ. അടി വെച്ച് നടന്നോളൂ. അതെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ. ബിരിയാണി സ്പെഷ്യൽ. ഇനി നിത്യകല്യാണി. ഇത് നിത്യകല്യാണി അല്ലേ? പോപ്പീൻസോ അമ്മയ്ക്ക് അറിയാലോ പേര്. പോപ്പിൻസോ പോപ്പിയോ അങ്ങനെന്തോ വീഡിയോയില് ഒരു യൂട്യൂബില് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. വേറെന്തോ പേരാ. നഴ്സറി ഇല്ലേ ചെടികളൊക്കെ ഉള്ള സ്ഥലം. ശരിയാ. വേറെന്തോ പേരാ പറഞ്ഞത്. അതോ നിത്യകല്യാണി എന്ന് പറഞ്ഞു. പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഇളം വൈലറ്റ് ഉണ്ടാവും. അതെ അതെ ഇതൊക്കെ അച്ഛൻ ക്ലീൻ ആക്കിയതൊന്നല്ലേ. നല്ല അച്ഛൻ കൊറേ നേരം ഗതി ഇട്ടിട്ടുണ്ട്. ഇന്നിപ്പോ അമ്പലത്തിൽ പോയതാണ്. അതെ ആ ബെഡിന്റെ അടിയിൽ കൂടെ ചേന മുളച്ചിട്ടുണ്ടല്ലേ അമ്മായി? ആദ്യം ചേന ഉണ്ടായിരുന്നല്ലോ അവിടെ. അതെ ഇവിടെ കുക്ക് ചെയ്യുമ്പോ ശരിയാ. ഇതൊക്കെ പുല്ലൊക്കെ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. നല്ല അത് ഇവര് കൊണ്ടുവന്ന പുല്ലിലുള്ളതാണ്. നമ്മളിവിടെ നിന്ന് ആദ്യമായിട്ടാണ് മുത്തുകളൊക്കെ വരുന്നത്. മൊയലൂട്ടിയൊക്കെ ഇരിക്കണ്ട് കേട്ടോ അതിന്റെ അടിയില്. അതെ അതെ ഇതൊക്കെ ഇനി കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ബുഷൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അതെ ആകാശം കാണിക്കൂ. കാക്കകൾ പനയിലിരിക്കുന്ന കാണിക്കൂ. കാക്കകൾ പനയിലിരിക്കുന്നു. അവിടുത്തെ പന അല്ലേ? ഓ ആണോ? ആദ്യം കണ്ടിട്ട് സോളാർ പോലത്തെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴിയിലിരിക്കണ പോലെ. അതെ അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തതാണ് ഇവിടെ. അതെ അത് പറ്റും. കാരണം വെള്ളം ഇതിൽ താഴത്തെ കൂടെ പൊക്കോളും. ഇതൊക്കെ എത്ര കാട് പോലെ ആവുന്നു പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് ഇപ്പൊ. പൂരപ്പറമ്പെന്ന് വാങ്ങിയ
ജമന്തി നട്ട് ഇന്നിപ്പോ നനച്ചു കൊടുത്തിട്ടില്ല, നനയ്ക്കാൻ പോണുള്ളു. കണ്ടു ഒരു പൂവുണ്ടായിട്ടുണ്ട്, ജമന്തിയൊക്കെ ഉണങ്ങി. ആ ഒന്നുണ്ട് അവിടെ, അന്ന് അമ്മ പറഞ്ഞില്ല അത് 2 ഉണ്ട് അവിടെ. നമ്മളത് ഉണങ്ങിയില്ലേ? ഒന്നേ ഉള്ളു.